നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സിനിമകളിലെ മറ്റ് സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയ സെയിം സീനുകളെ പറ്റിയാണ്. ഇതൊരു പാർട്ട് 2 വീഡിയോയാണ്. ലിസ്റ്റിലായെത്തിയത് വീണ്ടും ലൂസിഫർ സിനിമയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലൂസിഫറിന്റെ ക്ലൈമാക്സിനെ പറ്റി പറഞ്ഞിരുന്നു. എന്നാൽ ഇത് മറ്റൊരു മാസ് സീനാണ്. ഈ ഒരു സെയിം ഡയലോഗ് ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. 2005 പുറത്തിറങ്ങിയ അമിതാഭ് ബച്ചന്റെ സർക്കാർ എന്ന സിനിമയിൽ കാണാം. ഒരുപക്ഷെ ഈ ഡയലോഗുകൾ ഇതിൽ നിന്ന് ഇൻസ്പയർ ആയതായിരിക്കാം. അടുത്തത് ലൂസിഫറിലെ ഒരു ഫൈറ്റ് സീനാണ്. ഇത്തരത്തിലുള്ള സീനുകൾ ഒരുപാട് സിനിമകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ആദ്യമായി തുടക്കം കുറിച്ചത് ഹോളിവുഡിലെ ഇന്ത്യാന ജോൺസ് സിനിമയാണ്. അടുത്തത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ലിയോ സിനിമയാണ്. ലിയോ സിനിമയിലെ ഐക്കോണിക് ആയിട്ടുള്ള ഈ ഒരു ഗൺ സീൻ 2022 പുറത്തിറങ്ങിയ ബുള്ളറ്റ് ട്രെയിൻ എന്ന ഹോളിവുഡ് സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. അടുത്തത് 2008 പുറത്തിറങ്ങിയ കുരു എന്ന സിനിമയിലെ ഈ ഒരു സീനാണ്. ഹോളിവുഡിലെ ഫേമസ് ഫ്രാഞ്ചൈസ് ആയ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. അടുത്തത് കൈദി സിനിമയാണ്. കൈദി സിനിമയിലെ 80% സീനുകളും 97 പുറത്തിറങ്ങിയ കോൺ എയർ എന്ന സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. ഇതൊരു ഹോളിവുഡ് സിനിമയാണ്. നമ്മുടെ ഗോസ്റ്റ് റൈഡറിലെ നടനായ നിക്കോളാസ് കേജ് ആയിരുന്നു ഈ സിനിമയിലെ നായകൻ. അപ്പോൾ ഇതാണ് നമ്മുടെ അമേരിക്കൻ ദില്ലി. നിക്കോളാസ് കേജ് ഒരു ആർമി ഓഫീസറാണ്. കൈദി സിനിമയിൽ ഒറിജിനൽ ദില്ലിയുടെ പാസ്റ്റ് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ അമേരിക്കൻ ദില്ലിയുടെ വൈഫ് പ്രഗ്നന്റ് ആണ്. ഒരു ദിവസം നമ്മുടെ അമേരിക്കൻ ദില്ലി വൈഫിനെ മീറ്റ് ചെയ്യാൻ വന്നപ്പോൾ കുറച്ച് ഗുണ്ടകൾ ഇവരുമായി പ്രശ്നമുണ്ടാക്കാൻ വന്നു. പിന്നീട് ഒരു ഫൈറ്റ് നടന്നു. നമ്മുടെ അമേരിക്കൻ ദില്ലി അങ്ങനെ ഒരുത്തിനെ തട്ടി, പിന്നീട് ജയിലിലായി. ദില്ലി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സെയിം ഫ്ലാഷ് ബാക്ക് ആണ് കൈദി സിനിമയിലും വരാൻ പോകുന്നത്. രണ്ടുപേരും സെയിം 10 വർഷമാണ് ജയിലിലാവുന്നത്. അങ്ങനെ 10 വർഷങ്ങൾ കഴിഞ്ഞ് അമേരിക്കൻ ദില്ലി ജയിലിൽ നിന്ന് റിലീസ് ആവുകയാണ്. അമേരിക്കൻ ദില്ലിക്കും ഒരു മകളുണ്ട്. മാത്രമല്ല ഭാര്യയും ജീവനോടെയുണ്ട്. കൈദി സിനിമയിൽ മകൾ മാത്രമുള്ളൂ. അപ്പോൾ നമ്മുടെ അമേരിക്കൻ ദില്ലി മകളുടെ ബർത്ത്ഡേ ദിവസമാണ് ജയിലിൽ നിന്ന് റിലീസായത്. അതുകൊണ്ട് തന്നെ മകൾക്ക് കൊടുക്കാനായി ഒരു ടെഡി ബിയർ വാങ്ങിയിട്ടുണ്ട്. ഒറിജിനൽ കൈദിയിൽ ഒരു ജിമിക്കി കമ്മലാണ് വാങ്ങിയത്. കൈദി സിനിമയിലെ പോലെ തന്നെ പോകുന്ന വഴിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും നായകൻ പോലീസിനെ സഹായിക്കുകയും ചെയ്യുന്നു. കൈദിയിൽ ലോറിയാണെങ്കിൽ ഹോളിവുഡ് സിനിമയിൽ പ്ലെയിനാണ്. കാരണം ഹോളിവുഡിന്റെ ബഡ്ജറ്റ് എപ്പോഴും വലുതാണ്. അങ്ങനെ ക്ലൈമാക്സ് ആവുമ്പോൾ അമേരിക്കൻ ദില്ലി വാങ്ങിയ ബണ്ണി ഡോള് കൈദി സിനിമ പോലെ തന്നെ വില്ലൻ ഡാമേജ് ആക്കുന്നുണ്ട്. ഒരു തടവ് പുള്ളിയാണ് ഇത് ഡാമേജ് ആക്കുന്നത്. അമേരിക്കൻ ദില്ലി കൈദി സിനിമയിലെ പോലെ തന്നെ തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി കള്ളമാണ് പറഞ്ഞത്. യഥാർത്ഥ ഐഡന്റിറ്റി മറ്റൊരു തടവ് പുള്ളി കണ്ടുപിടിക്കും. ഇവന്റെ കയ്യിൽ ബണ്ണി ഇരിക്കുന്നു. അത് തിരിച്ചു ബോക്സിൽ വെക്കാൻ പറയുമ്പോൾ അവനത് ഡാമേജ് ആക്കും. പിന്നീട് അമേരിക്കൻ ദില്ലിയും അവനും തമ്മിൽ ഒരു ഫൈറ്റായി അവനെ അവിടെ വെച്ച് തട്ടും. ഈ ഒരു സെയിം സീൻ കൈദിയിലും കാണാം. യഥാർത്ഥ ദില്ലിയും തട്ടുന്നുണ്ട്. അങ്ങനെ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ അമേരിക്കൻ ദില്ലിയുടെ ഫ്ലൈറ്റ് ക്രാഷ് ആവും. അമേരിക്കൻ ദില്ലിയുള്ള സ്ഥലത്തേക്ക് വൈഫിനെയും മകളെയും കൊണ്ടുവരും. അവസാനം ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു ഇമോഷണൽ സീൻ. ലോകേഷ് കനകരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് കോൺ എയർ എന്ന സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ് കൈദിയെന്ന്. ഹിന്ദു ന്യൂസിന് നൽകിയ ഇന്റർവ്യൂവിലാണ് ഇത് പറഞ്ഞത്. എന്തൊക്കെ തന്നെയായാലും ലോകേഷ് കനകരാജിന്റെ മേക്കിംഗ് അതൊരു ഡിഫറന്റ് തന്നെയാണ്. അടുത്തത് ലോകേഷിന്റെ തന്നെ 2021 പുറത്തിറങ്ങിയ മാസ്റ്റർ സിനിമയാണ്. മാസ്റ്റർ എന്ന സിനിമ 2 സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്.
ഒന്ന് ഹോളിവുഡും മറ്റൊന്ന് കൊറിയനും. 2011 സൈലൻസ്ഡ് എന്നൊരു സിനിമ ഇറങ്ങി. ഇതിലെ ഹീറോ കേൾവി കുറവുള്ള ചില കുട്ടികളെ പഠിപ്പിക്കുന്നതിനായി ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിൽ പ്രിൻസിപ്പാൾ നടത്തിയിരുന്ന സെക്ഷൽ ഹറാസ്മെന്റ്സ് ഹീറോ കണ്ടുപിടിക്കും. ഇതൊരു യഥാർത്ഥ സംഭവത്തെ ബേസ് ചെയ്തുള്ള സിനിമയാണ്. പ്രിൻസിപ്പാളിന് പണിഷ്മെന്റ് കൊടുക്കുവാൻ പിന്നീട് ഹീറോ കോർട്ട് ഫൈറ്റ് നടത്തുന്നു. പക്ഷേ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് കോർട്ട് ഫൈറ്റ് ആയതുകൊണ്ട് അല്പം ലാഗാണ്. എന്നാൽ നമ്മൾ മാസ്റ്റർ സിനിമ നോക്കുമ്പോൾ പുറത്തു നിന്നുള്ള ക്യാരക്ടേഴ്സും ഒരു മാസ് വില്ലനുമായി അല്പം ത്രില്ലിംഗ് ആയ സ്റ്റോറി ലൈനാണ്. ഈ സിനിമയിലെ ഹീറോയിൻ ഹ്യൂമൻ റൈറ്റ്സിൽ മെമ്പറാണ്. ഇതുപോലെ മാസ്റ്റർ സിനിമയിലെ ഹീറോയിൻ MGOയിലെ മെമ്പറാണ്. ഇതുപോലെ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ഒരു ലെക്ചറിലൂടെയാണ് നായകൻ അറിയുന്നത്. ഇത് രണ്ട് സിനിമയിലും സെയിം ആണ്. പക്ഷേ കൊറിയൻ സിനിമയിലെ ഹീറോയിൽ നിന്ന് വ്യത്യസ്തമായി ഡിഫറന്റ് ആയ മാനറിസമാണ് JD എന്ന ക്യാരക്ടറിനുള്ളത്. ഇത് ഇൻസ്പയർ ആയിരിക്കുന്നത് ഒരു ഹോളിവുഡ് സിനിമയിൽ നിന്നാണ്. ആ ഒരു സിനിമയാണ് 2019 പുറത്തിറങ്ങിയ പ്രൊഫസർ എന്ന സിനിമ. ജോണി ഡെപ്പായിരുന്നു ഇതിലെ നായകൻ. ജോണി ഡെപ്പ് ഒരു പ്രൊഫസറാണ്. ഇദ്ദേഹം ഒരു ദിവസം തനിക്ക് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നു. ഇത് ഒരുപാട് വൈകിയും പോയി. പെട്ടെന്ന് ഡിപ്രഷനായി ഉള്ള കാലം സന്തോഷമായി ജീവിക്കാൻ ഒരു പ്രത്യേക മാനറിസമുള്ള വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറായി മാറുന്നു. മാസ്റ്റർ എന്ന സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതുന്നതിന്റെ 4 മാസങ്ങൾക്ക് മുമ്പ് റിലീസായ ഒരു സിനിമയാണിത്. ഇതിൽ JD എന്ന ക്യാരക്ടർ പറയുന്ന വിഷയങ്ങൾ, ചില ഡയലോഗുകളും നന്മവർ എന്ന കമൽഹാസൻ പ്രൊഫസറായ മറ്റൊരു സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. അടുത്തത് വിക്രം സിനിമയാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ലോകേഷ് കനകരാജ് വലിയൊരു DC ഫാനാണ്. DC സിനിമകളിലെ ലൈറ്റ്നിങ്ങും ചില സീനുകളും വിക്രം സിനിമയിൽ ഇൻസ്പയർ ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വിജയ് സേതുപതി ഒരു ഡ്രഗ് യൂസ് ചെയ്ത് പവറായി ഇടിക്കുന്ന ഒരു സീനുണ്ട്. ഇത് ബാറ്റ്മാൻ സിനിമയിലും കാണാം. ബാറ്റ്മാൻ ഒരു മരുന്ന് യൂസ് ചെയ്ത് സെയിം സ്റ്റൈലിൽ ഇടിക്കുന്നു. ഇതുപോലെ മറ്റു റെഫറൻസും കാണാം. ഇതുപോലെ വിക്രം സിനിമയ്ക്ക് ഒരു പ്രമോ ഉണ്ടായിരുന്നു. ഈ ഒരു സീൻ നമുക്ക് സിനിമയിൽ കാണാൻ കഴിയില്ല. ഈ ഒരു പ്രമോ നാർക്കോ സീസൺ 2 എന്ന വെബ് സീരീസിന്റെ പ്രമോയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. അടുത്തത് KGF സിനിമയാണ്. KGF സിനിമയിലെ ചില സീനുകൾ മറ്റു സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുണ്ട്. Quack.